ഷൗക്കാനി ആരാന്ന് പറയേണ്ട മൂപ്പര്. ഷൗക്കാനി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ് മുൻകാലത്തുള്ള. അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ നിന്നോട് ഉദ്ധരിക്കും മൂപ്പര് പറഞ്ഞു, ഷൗക്കാനി ആരാന്നറിയാം? ഷൗക്കാനി ആദ്യമായി നെഞ്ചത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞ ആളാണ് ഷൗക്കാനി. അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് പറയാണ് ഷൗക്കാനി. അദ്ദേഹം നെഞ്ചത്ത് കൈവെട്ടണം എന്ന് മൂപ്പര് ആദ്യം പറഞ്ഞു. കേട്ടോളി മൂപ്പരെ പറ്റി പറയുന്നത്. ഈ ഷൗക്കാനിയുടെ ഇയാളാണ് ആദ്യമായി നെഞ്ഞത്ത് കെട്ടണം എന്ന് പറഞ്ഞ ആള്. ഒരു ഇമാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഷൗക്കാനിയുടെ ഇയാളാണ് ആദ്യമായി നെഞ്ഞത്ത് കെട്ടണം എന്ന് പറഞ്ഞ ആള്. ഒരു ഇമാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. കണ്ടോ എന്താ പറഞ്ഞത്? ഈ ഷൗക്കാനിയാണ് നെഞ്ചത്ത് കൈകെട്ടണം എന്ന് ആദ്യം പറഞ്ഞത്. ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായപ്പോ അവിടെ മുജാഹിദുകളായ ആളുകൾ, സലഫികള് നമസ്കാരത്തിന് നിൽക്കുമ്പോ അതാ കൈകെട്ടും. അവര് കൈകെട്ടുമ്പോ എങ്ങനെ കെട്ടുക? ചില ആൾക്കാർക്ക് എവിടെ കെട്ടിയാൽ എന്താ, തീരെ കെട്ടിയില്ലെങ്കിൽ എന്താ, ഇപ്പൊ എന്തായാലും എന്താന്നൊക്കെ ചോദിക്കണേ പല ആൾക്കാരുണ്ട്. പക്ഷെ മുജാഹിദുകൾക്ക് ഒരു കാര്യത്തിൽ കണിച്ചതുണ്ട്, കെട്ടിനുണ്ടോ എന്നാ എവിടെങ്കിലും ഒരു ഭാഗത്ത് വെക്കണ്ടേ, അവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമോ? പണ്ടൊരു അമ്മശാഖന്റെ അടുത്ത് രണ്ടാള് എപ്പോഴും ഒരു മുജാഹിദ് മരുവനും ഒരു ഖുറാഫി മരുവനും. മുജാഹിദ് വരുമ്പോ അമ്മശാഖ നെഞ്ചത്ത് കിട്ടും, ഖുറാഫി വരുമ്പോ അമ്മശാഖ പള്ളമ്മ കിട്ടും. രണ്ടാളും കൂടി ഒരിക്കൽ ഒരുമിച്ച് വന്നപ്പോ മൂപ്പരിക്ക് നിവൃത്തിയില്ലാതായപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഒരു കൈ നെഞ്ചത്ത് ഒരു കൈ വയറും. എങ്ങനെയെങ്കിലും കെട്ടല, ഈ രൂപത്തിൽ എങ്ങനെയെങ്കിലും കിട്ടുന്ന പരിപാടിയാ അല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കണിശതയുണ്ട്. അതെന്താ? കെട്ടുകയാണെങ്കിൽ അത് നെഞ്ചിലായിരിക്കണം. അത് ലോകത്ത് ആദ്യമായിട്ട് ഷൗക്കാനി ഇമാമല്ല പറഞ്ഞത്, അതാദ്യമായി പറഞ്ഞ ഏതാവ് ഷൗക്കാനിയല്ല കേട്ടോ. ഈ ലോകത്ത് നമസ്കാരത്തിൽ നെഞ്ചിലാണ് കൈവെക്കേണ്ടതെന്ന് ഈ ലോകത്ത് ഞങ്ങളെ പഠിപ്പിച്ചത്, ഒന്നാമതായി അത് പഠിപ്പിച്ചത് ഷൗക്കാനിയല്ല കേട്ടോ. ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് കേട്ടോ. നിങ്ങൾ കേട്ടോ, ഒരു അധ്യായം തന്നെ കേട്ടോ. ആ സംഭവം ഉദ്ധരിച്ചത് ഷൗക്കാനിയാണോ ആദ്യം? നിങ്ങൾ പരമ്പരയിൽ എണ്ണിയ ഇമാം ബൈഹഖിയില്ലേ, ഇമാം ബൈഹഖിയതാ അവിടുത്തെ സുനനുൽ കുബ്രയിൽ അധ്യായം തന്നെ കൊടുക്കുന്നത് ആ ഒരു വിഷയം പറയുമ്പോ അദ്ദേഹം ഹെഡിങ് തന്നെ കൊടുക്കുന്നത് ബാബു വദഇൽ യദൈനി അലസ്സദ്രി ഫിസ്സലാത്തി മിനസ് സുന്നah. രണ്ട് കൈകളും നെഞ്ചിൽ വെക്കൽ ഫിസ്സലാത്തി നമസ്കാരത്തിൽ മിനസ് സുന്നah, സുന്നത്തിൽ പെട്ടതാണ്. നിങ്ങൾ കളിയാക്കിയില്ലേ, കുറച്ചിങ്ങോട്ട് കഴുത്തിൽക്ക് നിങ്ങൾ കൈ കെട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു ഡേഞ്ചർ, ഖതറ, അപകടം, തുടരരുത് എന്ന് നിങ്ങൾ കളിയാക്കിയില്ലേ, പരിഹസിച്ചോളൂ. ഞങ്ങൾ ആരും ഇങ്ങോട്ട് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാ കെട്ടേണ്ടത്? സ്വദർ, നെഞ്ചിന്മേലാണ് കൈവെക്കേണ്ടത്. ആ നെഞ്ചിൽ തന്നെ ഏതാ ഹൃദയം എവിടെയാണോ അതിന്മേൽ ആ നിലക്കൊക്കെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില പ്രത്യേക ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അവിടേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് പറയട്ടെ, ഇമാം ഷൗക്കാനിയല്ല കേട്ടോ. വിവരമില്ലെങ്കിൽ മതം പറയരുതെന്ന് പേരോടിനോട് ഓർമ്മപ്പെടുത്തുന്നു. റിസീവർ പണി തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് ഹദീസ് പഠിക്കൂ. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ ഞാൻ ഈ വായിച്ച അധ്യായമുണ്ടോ? ഇല്ലേ, കിതാബിലില്ലേ. ബൈഹഖി ഇമാമിന്റെ കിതാബ് എന്നാ ഞാൻ വായിക്കുന്നത്. വദഉൽ യദൈനി അലസ്സദരി, നിസ്കാരത്തിലതാ നെഞ്ചിന്മേൽ കൈവക്കൽ മിനസ് സുന്നah, സുന്നത്തിൽ പെട്ടതാണ്, നബിചര്യയിൽ പെട്ടതാണ് എന്ന നിലക്കതാ അധ്യായം പറഞ്ഞിട്ട് അതിൽ ഹദീസ് ഉദ്ധരിക്കുന്നു. വദഅയമീനഹു അലാ യുസ്റാഹു അലാ സദരിഹി, ഇടത്തെ കൈയിന്മേൽ അവിടുത്തെ വലത്തെ കൈ വെച്ചു. അലാ സദരിഹി, അവിടുത്തെ നെഞ്ചിന്മേൽ. നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്ത്? നിങ്ങൾ പലതും പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ടെന്ത്?
നിങ്ങൾ പറയും നെഞ്ചിന്മേലെന്നല്ല, നെഞ്ചിന്റെ താഴെയാണ്. എന്നാ ചോദിക്കട്ടെ, പൊക്കിളിന്റെ മുകളിൽ നെഞ്ചിന്റെ താഴെ പള്ളമേൽ എന്നൊരൊറ്റ റിപ്പോർട്ടുണ്ടോ? വയറിന്മേലെന്ന് അലൽ ബത്നി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഹനഫികൾ കെട്ടുന്നത് തഹ്ത സുറ, അതേ അവരുടെ പൊക്കിൾ കൊടിയുടെയും പൊക്കിളിന്റെയും താഴെയാണ് കെട്ടുന്നത്. ഔറത്തുമേൽ കൈവക്കുന്നു. അതും സഹീഹായ സംഭവമല്ല. സഹീഹായ സംഭവം എന്താണ്? നെഞ്ചിന്മേൽ കൈവക്കലാണ്. നിങ്ങൾ പരിഹസിച്ചില്ലേ? നിങ്ങൾ പരിഹസിച്ചില്ലേ? ചോദിക്കട്ടെ, നിങ്ങളുടെ ഖൽബ് വയറിന്റെ അകത്താണോ? കാരണം നിങ്ങളും നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, നിങ്ങൾ അറിയാതെ വാക്കിൽ വന്നുപോയതാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ചിന്തിക്കുമ്പോ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ മുജാഹിദേ. നമ്മളോട് പറയാണ്, നിസ്കാരത്തിലല്ല നെഞ്ചിൽ കൈവെക്കേണ്ടത്, ചിന്തിക്കാൻ വേണ്ടി നെഞ്ചത്തൊന്ന് കൈവെക്കോ എന്ന് പേരോടെ നിങ്ങളെ കൊണ്ട് അല്ല പറയിപ്പിച്ചതാണ്. കാരണം നിങ്ങളും സമ്മതിച്ചു, ചിന്തക്ക് ഭക്തിയൊക്കെ കിട്ടാനും മഹാകാര്യങ്ങൾക്കൊക്കെ ഈ പള്ളം കെട്ടുന്ന ശൈലിയല്ല, നെഞ്ചിന്മേൽ ഇങ്ങനെ ഹൃദയത്തിന്മേൽ കെട്ടലാണ് നല്ലതെന്ന ഹിക്മത്ത് നിങ്ങളും സമ്മതിച്ചില്ലേ? അത് നിങ്ങളെ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? അതിന്റെ മുമ്പ് നിങ്ങൾ ആ പറഞ്ഞതൊന്ന് ജനമൊന്ന് കേട്ടോട്ടെ. നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ മുജാഹിദേ. നിസ്കരിക്കുമ്പോ വെക്കാനുള്ളതല്ല നെഞ്ഞ്, ഇത്തരം കാര്യം ചിന്തിക്കുമ്പോ കൈവെക്കാനുള്ളതാ നെഞ്ഞ്. ശരിക്ക് നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കൂ മുജാഹിദേ. കേട്ടോ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ചിന്തയും കുറച്ച് ബോധമൊക്കെ ഉള്ളവര് നെഞ്ചത്താ വെക്കാന്ന്. ആ ഹിക്മത്ത് തന്നെ പേരോടെ നിങ്ങൾ അംഗീകരിക്കുന്ന ഫുഖഹാക്കളും പറഞ്ഞത്. എന്ത്? കൈവെക്കുമ്പോ പള്ളമ്മലല്ല, നെഞ്ചിൽ തന്നെ ഖൽബുള്ള ഭാഗത്ത് വെക്കണം. എന്തിനാ? നമ്മളൊരു കാര്യം അവിടെ നെഞ്ചിൽ വെക്കുന്നത് എന്തിനാ? ലിഅന്നഹു മൗളിഉ നൂരിൽ ഈമാനി ഫഹിഫുലുഹു ബിയദിഹി ഫിസ്സലാത്തി ഔലാ മിനൽ ഇശാറത്തി ഇലൽ ഔറത്തി ബിൽ വദ്ഇ തഹ്ത അസ്സുറാ വഹുവ അഖറബു ഇലൽ ഖുശൂഇ വൽ ഖുശൂഉ സീനത്തുസ്സലാ. ഹനഫികള് അതാ പൊക്കിളിന്റെ താഴെ ഔറത്തുമ്മ കൈകെട്ടുന്നതിനെ വിമർശിച്ചു കൊണ്ടും, അതാ ഈ നിലക്ക് പേരോട് പോലെയുള്ളവരെ വിമർശിച്ചുകൊണ്ടും. എന്തേ കാരണം? മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തോതിയിട്ട് അതാ അലിയാരിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. എന്താ പറയുന്നത്? അൽ മുറാദു മിൻഹു വദുൽ യമീനി അല ശിമാലി അലൻ നഹരി വഹുവ അസ്സദ്റു വഹുവ അസ്സദ്റു. അതുകൊണ്ട് ഉദ്ദേശം ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതുകൊണ്ട് ഉദ്ദേശം നെഞ്ചിന്മേൽ കൈവെക്കലാണ്. ഞാൻ പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അനസിൽ നിന്നുമൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. ഇനി അതാ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇൻദൻ നഹരി എന്നാണ്, നെഞ്ചിന്റെ അടുക്കൽ. അപ്പോഴും പള്ളയല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ നെഞ്ചിൽ കൈവെക്കുന്ന പരിപാടി അത് ഷൗക്കാനി തുടങ്ങിയതാ, മുജാഹിദിന്റെ പരിപാടിയാണ്. അല്ല കേട്ടോ, ഞങ്ങളെ പരിപാടി തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കതിന് സനദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അനസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബിന്റെ സമ്പ്രദായം അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ പറയാ എന്ത്? നെഞ്ചത്ത് കൈകെട്ടുന്ന ഒരു ഇമാമും പറഞ്ഞില്ല എന്നാണ്. ഒരു ഇമാമും പറഞ്ഞില്ല പോലും. അപ്പൊ നിങ്ങളെ ഹനഫി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ മദ്രസയിലെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? പലതവണ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളതാ മാസം തികയാത്ത പ്രസവം അല്ല പ്രസംഗം. മൂപ്പര് ഇവിടെ വന്നിട്ട് എന്നൊരു പരിഹാസം, മൗലവി 8 മാസത്തില് പ്രസവിക്കും അല്ല പ്രസംഗിക്കും. എന്താണ് ആ പരിപാടി നോക്കട്ടെ. നമ്മൾ 8 പ്രസവിക്കും അല്ല പ്രസംഗിക്കുന്നു. അപ്പൊ നമ്മൾ 8 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് സംഗതി. 8ഉം 10ഉം കഴിഞ്ഞിട്ടാണ് തികഞ്ഞിട്ടാണ്. മൂപ്പരോ മാസം തികയാതെ പ്രസവിക്കും അല്ല പ്രസംഗിക്കും. ഈ മാസം തികയാതെ പ്രസവിച്ചിട്ടാൽ അല്ലെ പ്രസംഗിച്ചിട്ടാൽ ഇതൊരു മനുഷ്യന്റെ അടിയിലേക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അത് ഈ എവിടെങ്കിലുമൊക്കെ കിടത്തിയിട്ട് മുറിച്ചിട്ടും വെട്ടിയിട്ടൊക്കെ വേണം ഈ സാധനം ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഒരു കോലത്തിലാക്കിന്ന് തോന്നണമെങ്കിൽ ആവൂല. ഒരു കോലത്തിലാക്കിയെന്ന് തോന്നണമെങ്കിൽ തന്നെ ഒരുപാട് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തണം ഈ ഇറച്ചി തുണ്ടത്തുമേ.
അതാ മൂപ്പരെ സീഡിയുടെ കോലം ഒന്നും പറയണ്ട. എത്ര സ്ഥലത്താ സീഡി കട്ട് മുറിക്കണമെന്നറിയോ? എത്ര സ്ഥലത്താ മുറിച്ചതെന്നറിയോ? ഞങ്ങൾ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ മുറിച്ചത് എവിടെയൊക്കെയാണ്? നിഷേധിക്കും നിങ്ങൾ നിഷേധിക്കും. സീഡിയിലില്ലാത്ത പലരും ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സീഡിയിൽ നിങ്ങൾ ഇറക്കിയിട്ടില്ല, നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ മുറിച്ചിട്ട് സീഡിയിൽ കൊടുക്കാൻ ധൈര്യമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു അശ്ലീലത കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. സിറാജ് പത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നാളെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അവിടെ നിങ്ങളൊരു അശ്ലീലൊക്കെ പറഞ്ഞിരുന്നു, അതിനെപ്പറ്റി മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ നാളെ പറഞ്ഞുതരാ. എന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ മിമിക്രിണ്ട്? ഞാൻ മൂപ്പര ഒച്ചയിൽ പറഞ്ഞതാണ് ചുരുക്കം. എന്താന്നറിയോ, തട്ടിപ്പ്. അപ്പൊ ആ രൂപത്തിലാണ് നിങ്ങളുടെ സംസാരമല്ലേ എങ്കിൽ അതൊന്നും ഇനി നടക്കൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ നിങ്ങൾ കാപ്പോ നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ളത് അത് ഇസ്ലാമികമായിട്ട് വലിയൊരു കാര്യമാണോ എന്നൊക്കെ ചിലപ്പോൾ ജമാഅത്തേരി ചോദിക്കണ്ടോ. മലൈമാരെ വലിയ വിഷയമാണ്. ഇപ്പോൾ മനുഷ്യന്മാർക്ക് തല വേണോ നെഞ്ചു വേണോ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ എവിടെ കൈയ്യട്ടുണ്ട്? ഞാൻ കയ്യിലൊക്കെ കഴിച്ചതുണ്ട്. അള്ളാന്റെ റസൂല് കെട്ടിയിട്ടില്ലേ? കെട്ടിയെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കെട്ടുണ്ട്. അതിനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയോടെ തന്നെ കെട്ടണം എന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ പലതുമാണ് വലുത്. ഞങ്ങൾക്ക് ഇതൊക്കെ വലുതായിട്ടല്ല, ഏത് ചെയ്യുമ്പോഴും അള്ളാന്റെ റസൂല് ചെയ്തതുപോലെ ആയിരിക്കണം എന്നൊരു കണിശതയുള്ളത് കൊണ്ട് ഞങ്ങളെ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ജനങ്ങളെ നിസ്കരിക്കുമ്പോൾ കൈ വെക്കുകയാണെങ്കിൽ അത് പള്ളമ്മലോ പൊക്കിളിന്റെ താഴെ ഒന്നും അല്ല, വെക്കേണ്ടത് നെഞ്ചിന്മേലാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞു നെഞ്ചിന്മേൽ ആരും കെട്ടിയിട്ടില്ല, ആർക്കും അങ്ങനെ വാദല്ല. അത് പറഞ്ഞ നിങ്ങളതാ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്? പുരുഷന്മാര് നെഞ്ചിന്റെ മുകളിലും അല്ല, പുരുഷന്മാര് പൊക്കിളിന്റെ താഴെയും. ഹനഫി പുസ്തകത്തിൽ, നിങ്ങളുടെ പാഠപുസ്തകത്തിലാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡാ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡാ പഠിപ്പിക്കുന്നത് എന്ത്? സ്ത്രീകൾ പുരുഷന്മാര് നമസ്കരിക്കുമ്പോ പൊക്കിളിന്റെ താഴെ, പെണ്ണുങ്ങളോ സ്തനത്തിന്മേൽ ഞങ്ങളുടെ പുസ്തകത്തിലുള്ളത്. പെണ്ണുങ്ങൾ നെഞ്ചത്തും വെക്കണം അല്ലേ? അപ്പൊ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാം ബാധകല്ലേ? ഹനഫി പെണ്ണുങ്ങൾ ഇസ്ലാം ഔട്ട്. കാരണം അത് ഷൗക്കാനി മദ്ഹബ്. ആണുങ്ങൾക്ക് ഹനഫി മദ്ഹബ്, പെണ്ണുങ്ങൾക്ക് ഷൗക്കാനി മദ്ഹബ് അല്ലേ? എന്ത് വിരോധാഭാസമാ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് പാരമ്പര്യമാ നിങ്ങൾ ഈ പറയുന്നത്? ആണിനും പെണ്ണിനും തമ്മിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിൽ, ഈ ഒരു കാര്യത്തിലെങ്കിലും ഇസ്ലാമിന്റെ നിയമത്തിൽ അവർക്ക് നിങ്ങൾ ആ നിയമം വകവെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ നിങ്ങൾ നെഞ്ചത്ത് കൈകെട്ടുക എന്ന് പറഞ്ഞു. നെഞ്ചത്ത് കൈകെട്ടണമെന്ന് ഒരു ഇമാമും പറഞ്ഞില്ല. നിങ്ങൾ പറയും ചെയ്യുക. നമ്മളിവിടെ വായിച്ചു നിങ്ങളുടെ 2 പ്രസിദ്ധീകരണവും. ഇന്ന് വരെ നിങ്ങൾ മിണ്ടിയിട്ടില്ല. അടുത്ത പ്രസംഗത്തിൽ പറയണം, ഒന്നുകിൽ നിങ്ങൾ ആ പറഞ്ഞത് പിൻവലിക്കണം, അതല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് പിൻവലിച്ച് സമുദായത്തോട് മാപ്പ് പറയണം. നിങ്ങൾ വലിയ പാരമ്പര്യത്തിന്റെ ആൾക്കാർ. എന്നിട്ട് തുടരരുത് അപ്പക്കട്ടം കത്തര എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം. ശരി, പിന്നെന്താ മൂപ്പരെ കാര്യമായ തെളിവ്?